ചങ്ങായിമാരെ, നമുക്കൊന്നൊരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ? ഏ ഒരുപാട് കാലമായി. പുളിശ്ശേരി ഇടയ്ക്ക് വെക്കാറുണ്ട്, പക്ഷെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ വെച്ചിട്ടില്ല. അപ്പം എന്താ, നമ്മളൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട് റൂമിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 5 മാങ്ങ എടുത്തു. ഒരു 3 പച്ചമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം, മാങ്ങ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെള്ളം കൂടെ വെച്ചതിന് ശേഷം എന്തായിരുന്നാലും വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് അതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം എന്തായിരുന്നാലും. അപ്പോൾ അതിന് 2 പിടി തേങ്ങായും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ജീരകവും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് അതിനകത്ത് ചേർത്ത് തിളച്ച് വരുമ്പോൾ വീണ്ടും നമ്മൾ തൈര് അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ആഡ് ചെയ്യുക. തൈര് ചേർത്തതിന് ശേഷം പിന്നെ തിളയ്ക്കരുത്. അങ്ങനെ ഇറക്കിയതിന് ശേഷം ലാസ്റ്റ് പിന്നെ നമ്മൾ കടു താളിച്ചൊഴിക്കണം. എണ്ണ ഒഴിച്ച് കടുവിട്ട് പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടാൽ അതിനൊരു കളറാവും. അത് വേണമെങ്കിൽ മതി. അതങ്ങനെ കടു താളിച്ചെടുക്കുക. അത് 1 ഗ്ലാസ് എന്തായി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രവാസികളൊക്കെ എല്ലാവരും ബക്രീദും കാര്യങ്ങളൊക്കെ വരുമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം ഉഷാറാണ്. അപ്പോൾ ആരും ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഓക്കെ.